കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി സൂപ്പർ ആയിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്, ഫ്രെയിമിങ്, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയാണ്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മേക്കിംഗ് അടിപൊളിയാണ്, പെർഫോമൻസ് അതിലും അടിപൊളിയാണ്. എനിക്ക് അത്ര വർക്കായിട്ടില്ല, പക്ഷേ ഇത് അടിപൊളിയാണ്. വർക്കൊന്നും വരുന്നില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡാ. വെൽക്കം ബാക്ക്. 2022 ഇറങ്ങിയ ഒരു കന്നഡ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനായി ഇന്ത്യൻ സിനിമ മുഴുവൻ കാത്തിരിക്കുന്നു. ആദ്യ പാർട്ടിന്റെ 8 ഇരട്ടി ബഡ്ജറ്റ് മുടക്കി എത്തുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമ ഋഷഭ് ഷെട്ടിയുടെ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. അപ്പോൾ കണ്ടർ യൂണിവേഴ്സിനോട് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു നോക്കാം. നേരെ കാന്താര റിവ്യൂലേക്ക്. ഫസ്റ്റ് പാർട്ടി നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് പാർട്ടി നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ആ ഒരു വിഷ്വൽ എഫക്ട്, ഫ്രെയിമിങ്, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയാണ് സംഭവം. ഒരു ഇന്റർവെല്ലിന്റെ പോഷൻ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് എന്താവും എന്നുള്ളൊരു ത്വരയുണ്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ നിന്ന് എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാകും സെക്കൻഡ് ഹാഫ്. എന്ന് വെച്ചാൽ ആ ഒരു ഇന്റർവെല്ലിന്റെ ടൈം എത്തിയപ്പോഴത്തേക്കിന് ആ രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്ന സാധനം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എന്തായാലും ലാഗില്ല, ആരെയും മടുപ്പിക്കത്തില്ല, ഫാമിലി ആയിട്ട് വരാൻ, ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാം അടിപൊളിയാണ്. ജോണർ അതിൽ നിന്ന് മാറ്റമാണോ? ഫസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ജോണറിൽ നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ജോണർ നല്ല വ്യത്യാസമുണ്ട്, എല്ലാം അടിപൊളിയാണ്. വിഷ്വൽ എഫക്റ്റ് ഒക്കെ അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ബ്രഹ്മാണ്ഡ സംഭവം എന്ന് പറയാനുണ്ടോ? ഇതുവരെ കണ്ടത് കൊള്ളാം. ഇന്റർവെല്ലില് ഒരു പഞ്ചി കൊണ്ട് നിർത്തിയിട്ടുണ്ട്, ബാക്കി എന്താന്നുള്ള എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മൊത്തത്തിൽ കഥയൊക്കെ മാറ്റാം. ഫസ്റ്റ് പാർട്ടിന്റെ നേരത്തെ ഉള്ള പാർട്ടാണ് കാണിക്കുന്നത്, പഴയ. വേറൊരു കഥയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ മേക്കിംഗ് ഭയങ്കര, ഫൈറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഒരു മാസ് ഹീറോ എലവേഷൻ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഒരു പഴയ ചരിത്രം പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അവരുടെ ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിച്ചത്. ഗൂസ്ബംപ്സ് മോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം. സൂപ്പർ പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ ഉണ്ട്, ഗൂസ്ബംപ്സ് ത്രില്ലറും ഒക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? വെളുപ്പിനെ കണ്ടാൽ ഉറക്കം പോകുന്ന ടൈം കത്തിക്കലാണ്. വർക്കൊന്നും വരുന്നില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡാ. പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്റർവെല്ലൊക്കെ പക്ക. പറയാനാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആർട്ട് വർക്ക്, ആർട്ട് ഡയറക്ഷൻ പക്ക. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്ന ആ പഴയ കാലഘട്ടം. പിന്നെ അതുപോലെ തന്നെ VFX എല്ലാം കിട്ടില്ല. പടം കൊള്ളാം. ഇച്ചിരി ലാഗ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു തുടക്കം കുറച്ച്, അതൊഴിച്ചാൽ ബാക്കി കിടില. ആക്ടിങ് എല്ലാം പൊളി, ആക്ഷൻ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്, എല്ലാം ഉണ്ട്. മൊത്തത്തിൽ തൂക്കിയടിക്കും. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ ട്രെയിലർ കണ്ട ഒരു ബ്രഹ്മാണ്ഡ പരിപാടിയാണോ സെറ്റ് ചെയ്തത്? സെറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, പക്ഷേ ഫുള്ള് കണ്ടിട്ട് പറയാം. ഒരു മാസ് എലവേഷൻ ക്യാരക്ടർ പോലെയാണ് ഇതിൽ. പിന്നെ അടുത്ത് കുറെ ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട്, ഹിസ്റ്ററി ഒക്കെ ചേർന്ന് വരുന്നുണ്ട്. ആക്ഷൻ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്, സ്റ്റോറി ലൈനും ഉണ്ട് നന്നായിട്ട്. ഓക്കെ, ടോട്ടലി ഡിഫറെന്റ് ഒക്കെ. ആ ഒരു മിത്തും ആ ഒരു ഇത് മിത്ത് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്. പിന്നെ കാന്താര ഫസ്റ്റ് വെച്ചൊന്നും ലൈക്ക് മുമ്പേ വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ട. അതൊരു പുതിയൊരു സ്റ്റാർട്ടിങ്ങാണ് പടം പോകുന്നത്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മേക്കിംഗ് അടിപൊളിയാണ്, പെർഫോമൻസ് അതിലും അടിപൊളിയാണ്. ബട്ട് ഇപ്പൊ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം കഥ അതിനെ കുറച്ച് നേരം കറങ്ങുന്നുണ്ട്, അപ്പോഴത്തേനും ചെറിയ ലാഗ് അടിക്കും. അത് മാത്രം ഫസ്റ്റ് ഹാഫ് തോന്നുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് വരണം. ഹൈ ലെവൽ പരിപാടികളൊക്കെ ഉണ്ടോ? പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളി മേക്കിംഗ്, സെറ്റ് മേക്കിംഗ്, പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പക്ക. ലൈക്ക് നമുക്ക് VFX അല്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നുന്നില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടാണ് പോകുന്നത്. കണ്ടിട്ട് ആ ഒരു ഇത് കിട്ടി നല്ല വൈബ്. കൊള്ളായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാട്ടി കൊണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസി വന്ന് ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് തകർത്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടി. ഫസ്റ്റ് പാർട്ടി തന്നെ ഗൂസ്ബംപ്സ് മോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇന്റർവെൽ സീൻ പക്കാ സീനായിരുന്നു. VFX ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ പാക്ഡ് ആണ്. ആ ബഡ്ജറ്റിലുള്ള സംഭവം ഒരു ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്, ഹൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ബാക്കി ബാഹുബലിക്ക് ഏതാണ്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്യണം. ബാഹുബലിക്ക് ഒരു വെല്ലുവിളി ആവാനുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ബാഹുബലിക്ക് മുകളിൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഏതാണ്ട് ഒരു സിമിലർ പ്ലോട്ട് ആയിട്ടാവും. കാണാൻ കൊള്ളാം. നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ബാഹുബലി KGF മേക്കിംഗ് ആ ഒരു ലെവൽ പരിപാടിയൊക്കെ ഏതെങ്കിലും സിനിമയായിട്ട് സാമ്യം തോന്നിയോ? ഇല്ല, സാമ്യതൊന്നും തോന്നിയില്ല. വേറൊരു ഫിലിം കണ്ട ഫീൽ ചെയ്യാനാ തോന്നുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് ഇതാണ് ഇപ്പൊ. കൊള്ളാം.